മദ്രാസില് അളിയന്റെ ചിട്ടി കമ്പനിയിൽ നിന്ന് എനിക്ക് അല്പം സ്വല്പം കാശൊക്കെ കൂടെ കിട്ടി. ആ കാശ് കൊണ്ട് ഞാൻ കാർണിവൽ ഷോ തുടങ്ങി. 6 മാസം നല്ല കൊയ്ത്തായിരുന്നു. പോലീസ് എന്നെ കൊയ്യുന്നു തോന്നിയപ്പോ ഞാൻ സ്ഥലം വിട്ടു. നിന്നെ ഇപ്പൊ കണ്ട റിയൽ ബ്രിട്ടീഷുകാരനെ മാറി തോന്നുന്നു. Pity. Pity. Mommy. This is India. ശരിയാ. Yes. ഇവിടെ. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു നീ നന്നാവൂന്ന്. You look real Britain. You are a great. നേരാ. പിന്നെ കള്ളാണോടി? I don't say lie. കേട്ടോ മോനെ, നീ പോയ പിന്നെ ഞാൻ മുട്ടയിൽ ഒറ്റ പ്രാർത്ഥനയായിരുന്നു മാതാവിനോട്, എന്റെ പീറ്റി മരുമകനെ എങ്ങനെയെങ്കിലും വലിയ കാശുകാരനാക്കണേന്ന്. മമ്മി, അതാണ് ഞാനും ആലോചിക്കുന്നത്. ഇത്ര പെട്ടെന്ന് ഞാനങ്ങനെ കാശുകാരനായിരുന്നു മമ്മീന്റെ പ്രാർത്ഥന കൊണ്ടാണല്ലേ? എനിക്ക് ജയനെ ഉടനെ കാണും. ഞാൻ പോയിട്ടുണ്ട്. പീറ്റി മോനെ, അതൊക്കെ പിന്നെ മതിയെന്നേ. ഈ പെട്ടി തുറന്ന് സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് കുളിച്ച് റെസ്റ്റ് എടുത്ത് പതുക്കെ പോയാ മതിയെന്നേ. മമ്മി, ഞാൻ പോയിട്ട്. മൈ ഡിയർ സൺ, വാന്നേ. അന്തോണി, നീ എപ്പോഴും വന്ന്? ഞാൻ ഇപ്പൊ വരുന്ന വഴിയാ. നീ എവിടെ? ജയന് വല്ലതൊക്കെ രുചിയായിട്ട് ഉണ്ടാക്കി കൊടുക്കാനോട് ഞാൻ ഇവിടെ കൂടി. മത്സരത്തിന് ഒരുങ്ങിയല്ലേ? ജയനും ബിജുമോനോട്? മോൻ കടയ്ക്ക് പോയി. ജയൻ അകത്ത് കിടപ്പുണ്ട്. എന്തായാലും നീ ഇപ്പൊ വന്നത് നന്നായി. പീറ്ററോ, നീ പോന്നടാ? ഇന്ന് എന്താടാ? ഞാനെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അറിഞ്ഞു കഴിഞ്ഞോ? ഈ മത്സരം നീ ഒഴിവാക്കണം. ഒഴിവാക്കാനോ? പീറ്ററാണോ ഈ പറയുന്നത്? അതെ. ഈ നിലയിൽ അയാളെ നേരിടാൻ നിനക്ക് കഴിയില്ലടാ. മറ്റൊരു അവസരത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതുവരെ ജീവിക്കാനുള്ള വക ഞാൻ സമ്പാദിച്ചുകൊണ്ടൊന്നുണ്ടടാ. വേണ്ട. കയ്യിൽ വന്ന അവസരം നഷ്ടപ്പെടുത്തി വരാനിരിക്കുന്ന അവസരത്തിന് വേണ്ടി കാത്തിരിക്കാൻ എനിക്ക് സാധ്യമല്ല. ഇത് ജയിച്ചാൽ ഞാൻ 5 ലക്ഷത്തിന് ഉടമയാണ്. എന്റെ ബിജുവിന് വേണ്ടി ഞാൻ 5 ലക്ഷം രൂപ സമ്പാദിക്കാൻ പോവുകയാണ്. ജയിച്ചാൽ മാത്രമല്ലേ? ഞാൻ മത്സരിക്കുന്നത് ജയിക്കാനാണ്. നിനക്ക് അതിനുള്ള ശക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ചെയ്യാൻ. ഇല്ല, ഞാൻ ശക്തനാണ് പീറ്റർ. ഞാൻ ശക്തനാണ് പീറ്റർ. ഞാൻ ശക്തനാണ്. 5 ലക്ഷമെന്ന് കേട്ടപ്പോൾ അവന്റെ ഒരു അത്യാഗ്രഹം. ഇതാണ് അവന്റെ അവസാനത്തെ ബെറ്റ്.
സഹോദരൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു നീ അനുസരിക്കണം. നാളെ നടക്കാൻ പോകുന്ന മത്സരത്തിൽ ജയൻ പങ്കെടുക്കാൻ നീ അനുവദിക്കരുത്. നിന്റെ ഭർത്താവിനെ നിനക്ക് തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ. എന്റെ ഭർത്താവോ? വഴിനീളെ കുടിച്ച് തല്ലുണ്ടാക്കുന്ന തെണ്ടികൾ. സ്റ്റോപ്പ് ഇറ്റ്. നോൺസെൻസ്. മഞ്ജു അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് അവൻ എങ്ങനെയൊക്കെയോ ജീവിച്ചിരിക്കും. പക്ഷെ മഞ്ജു അവനോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ അവൻ നല്ലവനായി തന്നെയാണ് ജീവിച്ചത്. ആ ഡ്രൈവർ സ്വന്തം കുഞ്ഞിനെ മൃഗീയമായി പൊള്ളിച്ചപ്പോ അത് കണ്ട് സഹിച്ചു നിൽക്കാൻ അവന് കഴിഞ്ഞില്ല. ഒരുപക്ഷെ അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നാലും അത് തന്നെയാണ് ചെയ്യുക. പിന്നെ മഞ്ജു പറഞ്ഞില്ലേ തെണ്ടികളെന്ന്. സ്വന്തം ജീവന്റെ ജീവനായ ആ കുഞ്ഞ് നാളെ റോഡ് നീളെ തെണ്ടാതിരിക്കാൻ വേണ്ടിയാണ് അവൻ ആ സാഹസത്തിന് മുതിരുന്നത്. ഒരുപക്ഷെ മഞ്ജുവിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൂലി വരെ ചെയ്തെങ്കിലും അവർ ജീവിച്ചനെ. എനിക്ക് അവസാനമായിട്ട് ഒന്നേ പറയാനുള്ളൂ. ആ പിഞ്ചു കുഞ്ഞിന് വേണ്ടിയെങ്കിലും നീ നല്ലൊരു തീരുമാനത്തിലേക്ക് വരണം. ഞാൻ വരട്ടെ. ഞാനെല്ലാം കേട്ടു മോളെ. ഞാൻ തന്നെ പലപ്പോഴും ആലോചിച്ചതായിരുന്നു നിന്നെ ജയന്റെ അടുത്ത് കൊണ്ടാക്കണമെന്ന്. നിന്നെ വളർത്തിയ വാത്സല്യം എന്നെ തടഞ്ഞു നിർത്തി. ഇനി നീ തന്നെ ഒരു തീരുമാനത്തിലെത്തിയാൽ മതി. അതാണ് നല്ലത്. ജയൻ, ബെസ്റ്റ് ഓഫ് ലക്ക്.